ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഡോക്ടർ വൈജയന്തിയോട് ചോദിക്കുന്നു, മാഡം മനസ്സിൽ തോന്നുന്നത് അതേപോലെ പ്രകടിപ്പിക്കും അല്ലെ? അപ്പോൾ വൈജയന്തി പറയുകയാണ്, ഞാൻ അങ്ങനെയാണ് ശീലിച്ചത്. ഡോക്ടർ പറയുന്നു, പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യരുത് എന്ന് വിചാരിക്കുന്നവർ മനസ്സിൽ വേദന തോന്നിയാലും അത് പറയാതെ അമർത്തിപ്പിടിക്കും. മാഡം പറയുന്ന വാക്കുകൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് സ്വയം വാക്കുകൾ നിയന്ത്രിക്കാറുണ്ടോ? വൈജയന്തി പറയുന്നു, ഞാൻ അങ്ങനെ ആരുടെയും മുഖം നോക്കാറില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ ആരോടായാലും പറയും. ഡോക്ടർ പറയുന്നു, പക്ഷേ മാഡത്തിന്റെ ഹസ്ബൻഡ് വളരെ വേദന അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ നോക്കുന്നുണ്ട്. വൈദ്യ പറയുന്നു, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഡോക്ടർ പറയുന്നു, തോന്നുകയില്ല. കാരണം അയാൾ ദേഷ്യവും സങ്കടവും അപമാനവും ഒന്നും പുറമെ കാണിക്കാറില്ല, സഹിക്കുകയാണ്. കാണിച്ചാലല്ലേ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. വൈദ്യ പറയുന്നു, അങ്ങനെ ഒരുപാട് സപ്രസ് ചെയ്യേണ്ട വിഷയങ്ങളൊന്നും ഇല്ല ഡോക്ടർ. ഉണ്ടെന്ന് പറഞ്ഞോ? ഡോക്ടർ പറയുന്നു, ഇല്ല, പറയുന്നില്ല, അമർത്തി പിടിച്ചിരിക്കുകയാണ്. ഒരു പദാർത്ഥമായാലും വാതകമായാലും ദ്രാവകമായാലും ഒരു പരിധിയിൽ കൂടുതൽ അമർത്തിയാൽ എക്സ്ട്രീം പ്രഷർ കൊടുത്താൽ പൊട്ടും, അല്ലെങ്കിൽ ചിതറും, അല്ലെങ്കിൽ ചീറ്റും. പ്രകൃതി നിയമമാണത്. മനുഷ്യന്റെ മനസ്സിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. വൈദ്യ പറയുന്നു, അതിനിതൊക്കെ ഒരു പ്രഷറും ഉണ്ടായിട്ടില്ല ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, അത് നിങ്ങൾ വിചാരിക്കുന്നതല്ലേ. പക്ഷെ പ്രഷർ ഉണ്ടായി, പൊട്ടി. സംഭവിച്ചതായി ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ബാലചന്ദ്രന് ഇപ്പോഴുള്ളത് ഒരു ബ്രോക്കൺ ഹാർട്ടാണ്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് മാഡമാണ്. അതെനിക്ക് അറിയാമെന്ന് വൈദ്യ പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, അറിഞ്ഞാ പോരാ, മെയിന്റനൻസ് നടക്കണം. മാഡത്തിന്റെ ഹസ്ബൻഡിന് മാഡത്തിനെ കാണാനും സംസാരിക്കാനും ഇഷ്ടമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈജയന്തി പറയുന്നു, അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ അറിഞ്ഞാൽ? അപ്പോൾ ഡോക്ടർ പറയുകയാണ്, കാരണം എന്തു ആയിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പേഷ്യന്റിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാതിരിക്കുക. കഴിയുമെങ്കിൽ പേഷ്യന്റിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വൈദ്യ പറയുന്നു, പുള്ളിക്കാരൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, പേഷ്യന്റിന് ഇഷ്ടമല്ലെങ്കിൽ ശല്യപ്പെടുത്താതിരിക്കുക, ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക, സ്ട്രെസ് കൊടുക്കാതിരിക്കുക, എന്ന് വെച്ചാൽ മനസമാധാനത്തോടെ ഇരിക്കാൻ അനുവദിക്കുക. അതാണ് ഒരു ഹാർട്ട് പേഷ്യന്റിന് അത്യാവശ്യം വേണ്ട ചികിത്സ. മെഡിറ്റേഷനൊക്കെ അതിന്റെ പുറകിലെ നിൽക്കും. വൈദ്യ പറയുന്നു, ഞാനായിട്ട് ഒരു ശല്യത്തിനും പോകുന്നില്ല. ഡോക്ടർ പറയുന്നു, പോകരുത്, പേഷ്യന്റ് ഒന്ന് റിക്കവർ ചെയ്തോട്ടെ. വൈദ്യ പറയുകയാണ്, എന്നാലും എന്നോട് എന്തിനാ ഇത്രയും വെറുപ്പും ദേഷ്യവും എനിക്ക് മനസ്സിലാകുന്നില്ല ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, അത് വിട്ടേക്ക്, എന്തായാലും തീ പിടിച്ചു, വെള്ളം ഒഴിച്ച് കെടുത്തുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ സാരമില്ല, എണ്ണ ഒഴിച്ച് ആളി കത്തിക്കാതിരുന്നാ മതി. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ചൊറി. നമ്മൾ അങ്ങോട്ട് ചെന്ന് ചൊറിയാതിരിക്കുക. വൈദ്യ ചോദിക്കുന്നു, എന്നെ മാത്രം ഉപദേശിച്ചാൽ മതിയോ ഡോക്ടർ? പേഷ്യന്റിനും കൊടുക്കണ്ടേ ചില ഉപദേശങ്ങളൊക്കെ? ഡോക്ടർ പറയുന്നു, ഓഫ് കോഴ്സ്, ഉപദേശം കൊടുത്തിട്ടുണ്ട്. മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു സംഭാഷണവും നടത്തണ്ടെന്നാ പറഞ്ഞിട്ടുണ്ട്. മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്ന ആൾക്കാരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ ഉപദേശിച്ചിട്ടുണ്ട്. ഭാര്യയുമായിട്ട് വഴക്കിടാൻ ചെല്ലരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇത് കൃത്യമായി പാലിച്ചാൽ ഒരു പ്രശ്നവുമില്ല. വൈദ്യ പറയുന്നു, ഭർത്താവിന് സുഖമില്ലാതെ കിടക്കുമ്പോൾ അയാളെ നോക്കേണ്ട കടമ ഭാര്യയ്ക്കല്ലേ ഡോക്ടർ? ഡോക്ടർ പറയുന്നു, ഭർത്താവിന് അത് ഇഷ്ടമാണെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ മാറി നിന്നേക്കണം. വൈദ്യ ചോദിക്കുന്നു, ഞാനല്ലാതെ പിന്നെ ആര് നോക്കും? അമ്മ വയ്യാതെ കിടക്കുക, കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ പോണം, പിന്നെ ഞാനല്ലേ ഉള്ളൂ. ഡോക്ടർ പറയുന്നു, ഒരു സെർവന്റ് ഇല്ലേ, ബാലചന്ദ്രനെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ച ഒരു പെൺകുട്ടി. വൈദ്യ പറയുന്നു, അവൾ ഇന്നല്ലെങ്കിൽ നാളെ പോകും. ഡോക്ടർ ചോദിക്കുന്നു, നമ്മളൊന്ന് നിർബന്ധിച്ചാൽ നിൽക്കൂലേ? അല്പം ശമ്പളം കൂട്ടി കൊടുത്താലോ? നിങ്ങളുടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ച കുട്ടിയല്ലേ? വൈദ്യ ചോദിക്കുന്നു, ആര് രക്ഷിച്ചു? ഇവിടെ കൊണ്ടുവന്ന ശേഷം ഡോക്ടർമാരല്ലേ രക്ഷിച്ചത്. അവൾക്ക് താല്പര്യമില്ല കണ്ടിന്യൂ ചെയ്യാൻ, എനിക്കും താല്പര്യമില്ല. ഇത് കേട്ട് ഡോക്ടർ പറയുന്നു, ഇറ്റ്സ് ഓക്കെ മാഡം, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം. താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകാനായി തുടങ്ങുന്ന വൈദ്യ തിരിഞ്ഞെന്ന് ചോദിക്കുന്നു, ഡോക്ടർ അടുത്ത ചെക്കപ്പ് എന്നാ? ഡോക്ടർ പറയുന്നു, അത് ഡിസ്ചാർജ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ടല്ലോ. വൈദ്യ ചോദിക്കുന്നു, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എത്ര ദിവസത്തേക്ക്? അപ്പോൾ ഡോക്ടർ പറയുകയാണ്, 2 വീക്സ് മതിയാകും, പിന്നെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഹെൽത്ത് കണ്ടീഷൻ പോലെ. ശരി ഡോക്ടർ, താങ്ക് യു എന്ന് പറഞ്ഞ വൈജയ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാറിൽ യാത്ര ചെയ്യുന്ന ബാലചന്ദ്രനെയും മനുവിനെയും കൃഷ്ണയുമാണ്. കൃഷ്ണ ചോദിക്കുന്നു, ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തത്? നീ തുടങ്ങി വെച്ചുകൂടിയെന്ന് മനു പറയുമ്പോൾ കൃഷ്ണ പറയുകയാണ്, നീ അച്ഛന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അവിടെ നിറങ്ങിയ ശേഷം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ബാലൻ പറയുന്നു, ഞാൻ ഈ 2ാം ജന്മം എങ്ങനെ ജീവിക്കണമെന്ന് ആലോചിക്കുകയാണ് മോളെ. കൃഷ്ണ പറയുകയാണ്, ആശ്വാസം, ഒന്നും മിണ്ടിയല്ലോ. മനു ചോദിക്കുന്നു, ആദ്യ ജന്മത്തിന്റെ കുറെ സങ്കടങ്ങൾ ബാലൻസ് ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാ 2ാം ജന്മം? ബാലൻ പറയുന്നു, അതാണ് ഞാനും ആലോചിക്കുന്നത്. കൃഷ്ണ പറയുകയാണ്, അച്ഛനൊരു മൈനർ അറ്റാക്ക് വന്നു, അത് മാറി ഫ്രഷ് ആയി, ഇനിയും പഴയ പോലെ തന്നെ ജീവിതം. ബാലൻ പറയുന്നു, തിരിച്ചു പോകാൻ പറ്റാത്ത അത്രയും ദൂരം പോകുന്നു മോളെ. കൃഷ്ണ പറയുകയാണ്, എന്തൊക്കെയാണോ ഈ അച്ഛൻ പറയുന്നത്, എനിക്കറിഞ്ഞൂടാ. തുടർന്ന് അവർ വീട്ടിലേക്ക് വരികയാണ്. പിന്നാലെ കാറിൽ വൈജയും അവിടേക്ക് വരുന്നു. വാതില് തുറന്ന അലീന സന്തോഷത്തോടുകൂടി ബാലചന്ദ്രനെ നോക്കി നിൽക്കുകയാണ്. വൈജയും ബബിതയും അലീനയും ബാലചന്ദ്രനെയും ശ്രദ്ധിക്കുന്നു. ബാലന്റെ കയ്യിൽ പിടിച്ച് കൃഷ്ണമോള് ചോദിക്കുന്നു, മനസ്സിലായില്ലേ, അലീന ചേച്ചിയാ? ഇതെന്താ ആദ്യം കാണുന്നത് പോലെ? അലീനയുടെ അരികിലേക്ക് വന്ന ബാലചന്ദ്രൻ അലീനയെ ഒന്ന് നോക്കിയിട്ട് കൃഷ്ണമോളുടെ ഒപ്പം അകത്തേക്ക് പോവുകയാണ്. പിന്നാലെ ബബിതയും പോകുന്നു. അലീനയുടെ അരികിലേക്ക് വന്ന വൈജയന്തി പറയുന്നു, അലീന, നിനക്ക് പോകണമെങ്കിൽ ഇന്ന് തന്നെ പോകാം, ബാലചന്ദ്രൻ വന്നല്ലോ, പറഞ്ഞിട്ട് പൊയ്ക്കോ. അലീന പറയുന്നു, ഞാൻ ഏത് നിമിഷവും പോകാൻ തയ്യാറായിട്ട് നിൽക്കുക, ഇന്ന് തന്നെ പൊയ്ക്കോളാം. ഇത് കേട്ട് വൈജയ് അകത്തേക്ക് പോവുകയാണ്. റൂമിലേക്ക് വന്ന ബാലചന്ദ്രൻ വാതില് തുറന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് മുത്തശ്ശി എഴുന്നേറ്റിരിക്കുന്നത് കണ്ട് അവിടേക്ക് വന്ന അലീന ചോദിക്കുന്നു, ആഹാ, തന്നെത്താനെ ഇത്രയൊക്കെ ചെയ്യാറായോ? മുത്തശ്ശി പറയുന്നു, ഇപ്പൊ വേദനയൊക്കെ കുറവുണ്ട്. അലീന
അലീന പറയുന്നു, മുത്തശ്ശി ബാലചന്ദ്രൻ സാർ വന്നു. ആശുപത്രിയിൽ നിന്ന് വിട്ടുവന്ന മുത്തശ്ശി ചോദിക്കുമ്പോൾ അലീന പറയുകയാണ്, വന്നെന്നേ, ഇപ്പൊ വന്നതേ ഉള്ളൂ. മുത്തശ്ശി ചോദിക്കുന്നു, വൈജി എന്തിയെ? അലീന പറയുന്നു, എല്ലാവരും ഉണ്ട്, മനുവേട്ടനും വന്നിട്ടുണ്ട്. മുത്തശ്ശി പറയുന്നു, വൈജിക്ക് വലിയ പരാതിയായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ബാലചന്ദ്രൻ അവളെ കാണാൻ സമ്മതിച്ചില്ലെന്നോ മിണ്ടിയില്ലെന്നോ. അലീന പറയുന്നു, ഇനിയിപ്പോ ആ പരാതി തീരുവല്ലോ, എപ്പോഴും കാണാം, സംസാരിക്കാം. സാറിന് ബെഡ് റെസ്റ്റ് അല്ലേ? മുത്തശ്ശി പറയുന്നു, രണ്ടുപേരും കൂടി വഴക്കൊന്നുമില്ലാതെ ഒത്തുപോയാ മതിയായിരുന്നു. അലീന പറയുന്നു, അത് മുത്തശ്ശി മാഡത്തോട് പറയണം. ഹാർട്ട് പേഷ്യന്റ് ആണ്, ടെൻഷൻ ഉണ്ടാക്കുന്ന വാക്കോ പ്രവൃത്തിയോ ഒന്നും ഉണ്ടാകരുതെന്ന്. ബെഡ് റെസ്റ്റ് എന്ന് വെച്ചാൽ ബെഡിൽ തന്നെ കിടക്കുക എന്നല്ല അർത്ഥം. മനസ്സമാധാനത്തോടെ കിടക്കാൻ കഴിയണം. വഴക്കിടാനാണെങ്കിൽ പിന്നീട്ട് പുറത്തോട്ട് ഓടുന്നതാണ് ഭേദം. മുത്തശ്ശി പറയുന്നു, അതിപ്പോ അവള് ഇന്ന് തന്നെ വഴക്കുണ്ടാക്കിക്കും. നീ നോക്കിക്കോ, എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തുടങ്ങണം അവൾക്ക്, ഇല്ലെങ്കിൽ അവൾക്ക് സ്വസ്ഥതയില്ല. എവിടുന്ന് തുടങ്ങണമെന്ന് അലീന ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, അവൻ ആരോടും പറയാതെ കോയമ്പത്തൂരോ മറ്റോ പോയില്ലേ? അവൾ അവിടെ മുതലാ ചോദ്യം തുടങ്ങും. എവിടെ പോയി, എന്തിനു പോയി, പറയാതിരുന്നതിന്റെ കാരണം എന്ത്, എന്തിനു കള്ളു കുടിച്ചു, ഹോസ്പിറ്റലിൽ വെച്ച് എന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന് വേണ്ട, എല്ലാത്തിനും അവൾക്ക് ഉത്തരം കിട്ടണം. അലീന പറയുന്നു, എന്റെ മുത്തശ്ശി തന്നെ മകളോട് പറ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ എടുത്തിട്ടേക്കരുതെന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നു, ഞാൻ പറഞ്ഞു നോക്കാം. അലീന പറയുന്നു, ഞാൻ ഇന്ന് തന്നെ പോകുവേ, സാറിനോടൊന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിന്നതാ. വിഷമത്തോടു കൂടി മുത്തശ്ശി പറയുന്നു, നീയും കൂടി പോയാൽ ആരുണ്ടടി ഇവിടെ? എന്റെ കാര്യം ആര് നോക്കും? ഇപ്പൊ ഒരു രോഗിയും കൂടി വന്നില്ലേ? വായിച്ച ബാങ്കിൽ പോകത്തില്ലേ? ബാലചന്ദ്രന് ഇത്തിരി ചൂടുവെള്ളം വേണമെങ്കിൽ ആര് തിളപ്പിച്ചു കൊടുക്കും? അലീന പറയുന്നു, എനിക്ക് പകരം ആരെങ്കിലും വരും മുത്തശ്ശി. ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടുത്തെ പകുതി പ്രശ്നം തീരും. മുത്തശ്ശി പറയുന്നു, ദൈവത്തിനറിയാം തീരുമോ അതോ പിന്നെ കൂടുമോ. മോളെ, നിനക്ക് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട്. അലീന പറയുന്നു, ഒരു ദിവസം പോലും വേണ്ട മുത്തശ്ശി, ശരിയാകത്തില്ല. തുടർന്ന് റൂമിന്റെ വാതിലടയ്ക്കുകയാണ് ബാലചന്ദ്രൻ. അവിടേക്ക് വന്ന വൈദ്യ ചോദിക്കുന്നു, എന്നാ അതടച്ചത്, റൂമിലോട്ട് കയറുന്നില്ലേ? ബാലൻ പറയുന്നു, ഇല്ല. അതെന്നാന്ന് വൈദ്യ ചോദിക്കുമ്പോൾ ബാലൻ പറയുകയാണ്, ഇന്നു മുതൽ ഇതെന്റെ ബെഡ്റൂം അല്ല. വൈദ്യ ചോദിക്കുന്നു, പിന്നെ ആരുടെ ബെഡ്റൂമാ? ബാലൻ പറയുകയാണ്, നിന്റെ മാത്രം. ഇത് കേട്ട് വൈദ്യ ഞെട്ടി നിൽക്കുമ്പോൾ കൃഷ്ണ ചോദിക്കുന്നു, അച്ഛൻ പിന്നെ എവിടെ പോയി കിടക്കും? മുകളിലത്തെ ഗസ്റ്റ് റൂമിലെന്ന് ബാലൻ പറയുമ്പോൾ കൃഷ്ണ ചോദിക്കുകയാണ്, അവിടെ അച്ഛനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ തന്നെ കിടക്കച്ച. ബാലൻ പറയുന്നു, എന്നെ ആരാണ് ഇനി നോക്കേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ബബിത പറയുന്നു, അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ് അല്ലേ, മുകളിൽ പോയി തനിച്ചു കിടന്നാൽ ഒരാവശ്യത്തിന് ആരുണ്ട് അടുത്ത്? കൃഷ്ണ പറയുന്നു, അച്ഛാ, ഇവിടെയാണെങ്കിൽ അമ്മയുണ്ടല്ലോ നോക്കാൻ, അതല്ലേ നല്ലത്. ബാലൻ പറയുന്നു, നിങ്ങളുടെ അമ്മയുടെ കെയറിങ് എനിക്ക് ആവശ്യമില്ല. എനിക്ക് ശാന്തമായിട്ടിരിക്കണം, സമാധാനം വേണം. എന്നോട് ആരും തർക്കിക്കാനും വഴക്കടിക്കാനും വരരുത്. ബബിത പറയുന്നു, അച്ഛാ, ഞങ്ങൾ എല്ലാവരും രാവിലെ പോകുമല്ലോ, അമ്മയും ജോലിക്ക് പോകും, പിന്നെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഈ റൂമിലായാലും. പിന്നെന്താ? ബാലൻ ചോദിക്കുന്നു, എനിക്ക് സ്വസ്ഥതയും സമാധാനവും വേണമെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായോ? ബബിത പറയുന്നു, അച്ഛൻ ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട്. ബാലൻ ചോദിക്കുന്നു, നിനക്ക് മനസ്സിലായോ? കൃഷ്ണ പറയുന്നു, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അമ്മ ചൊറിഞ്ഞോണ്ട് വരും, ഒരു സൗര്യവും തരത്തില്ല. എന്നാ വാന്ന് പറഞ്ഞ കൃഷ്ണയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോകാനായി തുടങ്ങുന്ന ബാലൻ പറയുകയാണ്, ബബിത, ആ റൂമിൽ എന്റേത് മാത്രമായി എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം മുകളിൽ എത്തിച്ചേക്കണം. വൈജ പറയുന്നു, മുകളിലോട്ട് സുഖവാസത്തിന് പോകുന്നത് പോലെ പിന്നെ താഴോട്ട് തിരിച്ചു വന്നേക്കരുത്, എന്നും അവിടെ തന്നെ താമസിച്ചോണം. ബാലൻ പറയുന്നു, ഇത് നിന്റെ അച്ഛൻ കൈതയ്ക്കൽ കുഞ്ഞിരാമമേനോൻ ഉണ്ടാക്കിയ വീടല്ല, നെടുമ്പുരക്കിലെ ബാലചന്ദ്രമേനോൻ സ്വന്തം കയ്യിലെ കാശുകൊണ്ടുണ്ടാക്കിയ വീടാ. ഇവിടെ ഏത് മുറിയിൽ കിടക്കണമെന്നും എപ്പോ കിടക്കണമെന്നും എങ്ങനെ കിടക്കണമെന്നും ഇനി ഞാൻ തന്നെ തീരുമാനിക്കും. അതുമാത്രമല്ല, ഈ വീട്ടിലുള്ള ഓരോരുത്തരും എവിടെയൊക്കെ കിടക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ബാലചന്ദ്രന് തന്നെയാ. ബാലചന്ദ്രൻ കൈതയ്ക്കൽ മാളിക വീട്ടിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും കൈപ്പറ്റിയിട്ടുമില്ല, സ്ത്രീധനമായിട്ടോ ഷെയർ ആയിട്ടോ ഗിഫ്റ്റ് ആയിട്ടോ ഒന്നും. അങ്ങനെ ബാലൻ മുകളിലേക്ക് പോകുമ്പോൾ ബാലനെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുകയാണ് കൃഷ്ണ. അവിടേക്ക് വന്ന അലീന സംശയത്തോടുകൂടി എല്ലാവരെയും നോക്കുകയാണ്. വായിച്ച വിഷമത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് ഗസ്റ്റ് റൂമിലേക്ക് വന്ന ബാലൻ പറയുന്നു, അച്ഛൻ ഇന്നു മുതൽ ഇവിടെയാ. കൃഷ്ണ പറയുകയാണ്, ആരുമില്ല അച്ഛന് കൂട്ട്. ബാലൻ പറയുന്നു, കൂട്ട് വേണ്ട, കൂട്ടുകാര് ചതിക്കും. കൃഷ്ണ ചോദിക്കുന്നു, ഫുഡ് കഴിക്കാൻ അച്ഛൻ എന്ത് ചെയ്യും? ഡെയിലി 3 times അച്ഛൻ ഈ സ്റ്റെപ്സ് കയറി ഇറങ്ങാൻ പറ്റുമോ? ബാലൻ പറയുന്നു, ഇല്ല, എനിക്കുള്ള ഫുഡ് ഹോം നേഴ്സ് മുകളിൽ എത്തിക്കും. അലീന ചേച്ചിയാണോന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ ബാലൻ പറയുന്നു, ഇവിടെ പിന്നെ ഏത് ഹോം നേഴ്സ് ആടി? മോള് പോയി താഴത്തെ ബെഡ്റൂമിൽ നിന്ന് അച്ഛന്റേതായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇങ്ങെടുത്തോണ്ട് വാ, ബബിതയും കൂടി കൂട്ടിക്കോ. കൃഷ്ണ ചോദിക്കുന്നു, അച്ഛൻ അമ്മയോട് പിണങ്ങിയിട്ടാണോ? ബാലൻ പറയുന്നു, അച്ഛൻ സകലരോടും പിണങ്ങിക്കഴിഞ്ഞു. കൃഷ്ണ ചോദിക്കുന്നു, അച്ഛൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ എങ്ങനെ താഴെയുള്ളവരെ അറിയിക്കും? ബാലൻ പറയുന്നു, അച്ഛൻ ഗോവർദ്ധനോട് പറഞ്ഞ ഒരു കോളിംഗ് ബെല്ല് വെപ്പിക്കും, എനിക്ക് കൈ എത്തുന്നിടത്ത് അതിന്റെ സ്വിച്ച് വെച്ചാ പോരെ? കൃഷ്ണ ചോദിക്കുന്നു, അച്ഛൻ ഇതെല്ലാം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ആലോചിച്ച് വെച്ചിട്ടുണ്ടല്ലേ? ബാലൻ പറയുന്നു, മോള് ചെല്ല്, അച്ഛന്റെ മെഡിസിൻ, ഹാൻഡ് ബാഗ്, ഡ്രസ്സ്, ഓഫീസ് ആക്സസറീസ്, ഡോക്യുമെന്റ്സ് എല്ലാം ഇവിടെ എത്തിക്കണം. എന്റെ അനുവാദം കൂടാതെ ആരും ഈ മുറിയിലേക്ക് വരരുത് എന്നുകൂടി ഈ വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞേക്കണം. ഇത് കേട്ട് മൂളി കൃഷ്ണ അവിടെ നിന്ന് പോകുകയാണ്. ബാലചന്ദ്രൻ ആലോചിച്ചിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ബാലചന്ദ്രനോട് പറഞ്ഞിട്ട് അലീന പോകാനായി തീരുമാനിക്കുകയാണ്. അലീന വീട്ടിൽ നിന്നും പോകുന്ന കാര്യം വൈജയന്തി മനുവിനോട് പറയുന്നു. തൊട്ടരികിൽ ബബിതയും കൃഷ്ണയും രോഹിത്തും ഉണ്ട്. ഈ സമയം സ്റ്റെയർകേഴ്സിന്റെ അരികിലേക്ക് വന്ന ബാലചന്ദ്രൻ അലീനയെ നോക്കിയിട്ട് പറയുന്നു, ഇന്നു മുതൽ നീ അമ്മയെ മാത്രം നോക്കിയാ പോരാ, എന്നെയും നോക്കണം. ഇത് കേട്ട് ഞെട്ടി അലീനയെ നോക്കുകയാണ് വൈജ. അലീന ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. ബാലൻ പറയുന്നു, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷമേ എന്റെ ഉള്ളിൽ ഇപ്പം 5 പേരുണ്ട്. ഒരു ഡോക്ടർ, ഒരു വക്കീല്, ഒരു പോലീസുകാരൻ, ഒരു ജഡ്ജി, പിന്നെ
പിന്നെ ബാലചന്ദ്രൻ എന്ന പൗരനും. ഇത് കേട്ട് സംശയത്തോടു കൂടി നിൽക്കുകയാണ് അലീനയും മറ്റെല്ലാവരും. അലീനയെ റൂമിലേക്ക് വിളിക്കുകയാണ് ബാലചന്ദ്രൻ. റൂമിലേക്ക് വന്ന അലീനയോട് ബാലൻ പറയുന്നു, ഞാൻ ചോദിച്ച നീ സത്യമേ പറയൂ, എന്താണ് എന്റെ വിശ്വാസം? വൈജയന്തിയെ നിന്റെ അമ്മയെ പോലെ അങ്ങനെയല്ലേ കരുതിയത്? ബാലചന്ദ്രന്റെ ചോദ്യങ്ങൾ കേട്ട് പൊട്ടിക്കരഞ്ഞ് ബാലചന്ദ്രന് മുമ്പിൽ നിൽക്കുകയാണ് അലീന. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.